ബംഗ്ലാദേശിൽ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ മ്യൂസിയം സന്ദർശിക്കാൻ എത്തിയവരെ പ്രക്ഷോഭകർ തടഞ്ഞു എന്ന വാർത്ത വരുന്നു. ഹിന്ദുക്കളടക്കം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കരുത് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആവശ്യത്തിൽ ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുന്നുവെന്നാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. പ്രക്ഷോഭകരും ഷെയ്ഖ് ഹസീനയുടെ പിന്തുണക്കാരായ അവാമി ലീഗ് പ്രവർത്തകരും ഇപ്പോഴും ഏറ്റുമുട്ടുകയാണ് ബംഗ്ലാദേശിൽ. പി ജെയിംസ് നമുക്കിപ്പം ചേരുന്നു. പി ജെയിംസ്, യഥാർത്ഥത്തിൽ അവിടെ ഈ ഒരുതരം വർഗീയവെറി അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ചില പ്രേക്ഷകരൊക്കെ പറയും നമ്മൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. ബംഗ്ലാദേശ് നമ്മൾ നടന്ന സമയത്തൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് പേർ മരണമടഞ്ഞ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിനെ കുറിച്ച് ചില ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. നമ്മൾ ജാതി മതം നോക്കിയല്ല നിലപാടുകൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ, ക്രൈസ്തവർ, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ആൾക്കാരടക്കമുള്ള ആൾക്കാർക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിലും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്ന പോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കളും അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ മറ്റു മതസ്ഥരും ആക്രമിക്കപ്പെടുന്നതിനെ കാണുന്നത്. പ്രത്യേകിച്ച് അവർ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് നേരെ 200-ലേറെ തവണ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറച്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ആകെ ആശ്വാസകരമായ വാർത്തയുണ്ടായത് അവിടുത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് തന്നെ നേരിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയി ആശ്വാസകരമായ നിലപാടെടുത്തു. കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ. ഇപ്പോഴും പ്രക്ഷോഭകർ അവിടെ അഴിഞ്ഞാടുകയാണ്. അവിടുത്തെ ന്യൂയോർക്ക് ടൈംസിൻ്റെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോക മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാർ പറയുന്നതനുസരിച്ച് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു. വടികളുമായിട്ട് അവിടുത്തെ പ്രക്ഷോഭകർ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ ആരോപണം പാകിസ്ഥാൻ ബന്ധമുള്ള ജമാഅത്ത് ഇസ്ലാമികൾക്കെതിരെയാണ് വന്നിരിക്കുന്നത്. അവരാണ് പ്രക്ഷോഭണത്തിന് പിന്നിൽ. ഇന്നലെ ഏറ്റവും സങ്കടകരമായ വാർത്തയുണ്ടായത് SKN അവരുടെ രാഷ്ട്രപിതാവ്, ബംഗ്ലാദേശ് എന്ന രാഷ്ട്രമുണ്ടാവാൻ പ്രധാന പങ്ക് വഹിച്ച ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇപ്പോൾ പുറത്തായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ്, ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്, ബംഗബന്ധു എന്ന രീതിയിൽ അദ്ദേഹം ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന നേതാവാണ്, സോഷ്യലിസ്റ്റാണ്, ജാതിക്കും മതത്തിനും അപ്പുറം ലോകത്തെ കണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിലേക്ക് സന്ദർശിക്കാനെത്തിയ ആയിരങ്ങളെ തടഞ്ഞു വെച്ചു പ്രക്ഷോഭകർ. അവർ വിരട്ടി ഓടിച്ചു. അവാമി ലീഗ്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗിൻ്റെ പ്രവർത്തകരെ തെരുവിൽ ആക്രമിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത് വംശഹത്യ നടത്തിയ ഷെയ്ഖ് ഹസീനയും അവരുടെ മന്ത്രിമാർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ആ രീതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണം വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് അവരുടെ എതിരാളിയായ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയും അവരുടെ പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുക്കണം. ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ്. അവർ ബ്രിട്ടനിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് താൽക്കാലികമായി എത്തിയത്. പക്ഷേ ബ്രിട്ടനും അമേരിക്കയും വിസമ്മതിച്ചു. അവർക്കെതിരെ വരുന്ന കേസുകളെ തടഞ്ഞു നിർത്താനാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ത്യ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ അവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് ബംഗബന്ധു ആയിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാനെ 1975 ഓഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെടിവെച്ച് ഒരു സംഘം സൈനികർ കൊലപ്പെടുത്തിയപ്പോൾ അന്ന് രക്ഷപ്പെട്ട 2 പേർ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അവരുടെ സഹോദരി റഹാനയുമാണ്. അവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്ന് അഭയം പ്രാപിച്ചാണ് അവർ അന്ന് രക്ഷപ്പെട്ടത്. അവർ പിന്നീട് ബംഗ്ലാദേശിൽ തിരിച്ചെത്തി പ്രക്ഷോഭം നയിച്ച് പിന്നീട് 5 തവണ പ്രധാനമന്ത്രിയായി, 4 തവണ തുടർച്ചയായി 2009 മുതൽ 2015 വരെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളെ കാണേണ്ടി വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം കളയുന്നത് വളരെ കഷ്ടകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മാലദ്വീപ്, ശ്രീലങ്ക, പാകിസ്ഥാനൊക്കെ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടിൽ പോകുമ്പോൾ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ ബംഗ്ലാദേശിൽ ചൈന സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് കൈവിടാൻ പറ്റില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിൽ